ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. കരസേനയും NDRF സംഘങ്ങളും പുഴയിൽ തെരച്ചിൽ തുടങ്ങുകയാണിപ്പോൾ. കനത്ത മഴയും നദിയിലെ കുത്തൊഴുക്കും രക്ഷാദൗത്യത്തിന് ഇന്നും വെല്ലുവിളിയാകുന്നുണ്ട്. കുത്തൊഴുക്ക് കുറഞ്ഞതിന് ശേഷമായിരിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങുക. ശിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും ശ്രീകാന്തും ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഹാഷ്മി, ഇന്നത്തെ തെരച്ചിൽ അത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ നാവികസേനയ്ക്ക് പുഴയിൽ ഇറങ്ങി ഒരു വിശദമായ പരിശോധന നടത്തി അതിലിറങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നത് നമുക്ക് എപ്പോൾ ഉറപ്പിക്കാൻ കഴിയും? അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പോഴവിടെ? വിജയകുമാർ, അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്, NDRF സംഘം അവരുടെ ബോട്ടുകളിൽ അവിടുത്തെ പുഴയിലെ അവരുടെ പതിവ് പരിശോധനയ്ക്കായി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അതുകൊണ്ട് മതിയാവുന്നില്ല. നമുക്കറിയാം വിജയകുമാർ, ഈ രക്ഷാദൗത്യത്തിലെ മുന്നോട്ടുള്ള ഇനി ഒരൊറ്റ പടവെങ്കിലും കയറണമെങ്കിൽ അത് നേവിയുടെ ഡൈവിംഗ് സംഘം അതിനുള്ളിലേക്ക് ജമ്പ് ചെയ്ത് ഈ പറഞ്ഞ സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 മേഖലകളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും എപ്പോഴത്തേക്ക് നേവി ഡൈവർമാർക്ക് ജമ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇപ്പോഴും നേവിയോട് ആരായുമ്പോൾ ഇപ്പോഴും അസാധ്യമാണ്, തീർത്തും ഇമ്പോസിബിൾ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് നേവി. തൽക്കാലം അത് കഴിയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വിജയകുമാർ, ഇന്നലെ രാത്രി മെനിഞ്ഞാന്ന് രാത്രി വലിയ മഴയില്ലായിരുന്നു. ഇന്നലെ രാത്രി അസാധ്യ മഴയാണ്. അതിവിടെ മാത്രമല്ല, നമ്മൾ ഈ അങ്കോള മേഖലയിൽ മാത്രമല്ല, ഈ ശിരൂർ മലനിരകളിൽ കാടുകളിലൊക്കെ വലിയ മഴ. ആ മഴയുടെ ഗ്യാലൻ കണക്കിന് വെള്ളം കുത്തിയൊലിച്ചെത്തുന്നു ഈ ഗംഗാവലി പുഴയിലേക്ക്. ഇൻഫ്ലക്സ് കൂടുമ്പോൾ സ്വാഭാവികം നമ്മൾ കണ്ടതാണ്. പോയ ദിവസങ്ങളിൽ അടിയൊഴുക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2 മുതൽ 8 വരെ എന്നുള്ളതിൽ നിന്ന് മാറി 6 മുതൽ 8 വരെ എന്നത് മാറി ഒരുപക്ഷെ ഇന്നത് 10 മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഈ പറയുന്ന ഇൻഫ്ലക്സ്, ഈ പറയുന്ന അടിയൊഴുക്കിന്റെ നിരക്ക് എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ചിന്തിക്കാനേ വയ്യ. അങ്ങനെയെങ്കിൽ അചിന്ത്യമാണ് ഇത്തരത്തിൽ നേവിയുടെ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങുക എന്നുള്ള കാര്യം. അപ്പോൾ ബി പ്ലാൻ ബദൽ സംവിധാനത്തെക്കുറിച്ചുള്ള ആലോചനകൾ നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഈ ദുരന്ത ഭൂമിയിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നതാണ്. ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ പോയപ്പോൾ കാർവാർ SP അടക്കമുള്ളവർ പറഞ്ഞത്, കാർവാർ MLA പറഞ്ഞത്, മത്സ്യബന്ധന ബോട്ടുകൾ എത്തിച്ചുകൊണ്ട് ആ മത്സ്യബന്ധന ബോട്ടുകൾ ചേർത്ത് കെട്ടി ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതിന് മുകളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും രക്ഷാപ്രവർത്തന പ്ലാനെ പറ്റി ആലോചനയുണ്ട്. അതിന് പ്രകാരം ഇന്ന് രാവിലെ ഒരു മത്സ്യബന്ധനയാനം ഇവിടുന്ന് അങ്ങോട്ട് കടന്നുപോയി. കൂടുതൽ മത്സ്യബന്ധനയാനങ്ങൾ എത്തേണ്ടതുണ്ട്. അത് ചേർത്ത് കെട്ടി അതിന്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ കെട്ടി അതിൽ നിന്നുകൊണ്ട് അങ്ങനെ 5-6 ബോട്ടുകളാകുമ്പോഴേക്കും ആ പുഴയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡിംഗ് പൊസിഷൻ കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ ഈ ഡിങ്കി ബോട്ടുകൾ, അവിടുത്തെ കനത്ത ഒഴുക്കിൽ ഡിങ്കി ബോട്ടുകൾ വലിയ അവരുടെ സ്വിംഗർ പോലുള്ള ഭാരോപകരണങ്ങൾ ആങ്കർ പോലെ ഇടുമ്പോൾ പോലും നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തദ്ദേശീയമായി ഉപയോഗിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകൾ ചേർത്ത് കിട്ടുന്ന പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് വിജയകുമാർ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ഇന്നലെ നമ്മൾ ആ ദുരന്ത ഭൂമിയിൽ പോകുമ്പോൾ കാർവാർ SP MLA എടുത്തു പറയുന്ന ഒരു കാര്യം, ഇവിടെ ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് അർജുൻ ചായ കുടിക്കാൻ എത്തിയിരുന്നോ എന്ന സംശയം ഈ പറയുന്ന 10 ദിവസങ്ങൾ പ്രകടിപ്പിക്കാതിരുന്ന അവർ ഇന്നലെ അത് എടുത്ത് ആ സംശയം കൂടുതൽ ബലപ്പെടുന്ന രീതിയിൽ അവർ നമുക്ക് മുന്നിൽ പറയുകയാണ്. അതിന് കാരണം ഒരു ദൃക്സാക്ഷി മൊഴിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിജയകുമാർ, ആ റോഡിന്, ലക്ഷ്മണന്റെ കടയുടെ ആ റോഡിന് അങ്ങേ തലക്കൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ എപ്പോഴും എവർഗ്രീൻ വെള്ളച്ചാട്ടമാണ്. ഏതു കൊടിയ വേനലും വെള്ളം പറ്റാത്ത വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ടാണ് അത് ഡ്രൈവർമാരുടെ ഒരു കേന്ദ്രമായി മാറുന്നത്. അവിടെ ഇറങ്ങാം, അവിടെ മുഖം കഴുകി, അവിടെ കുളിച്ച് വസ്ത്രങ്ങളൊക്കെ അലക്കി ഇപ്പുറത്ത് വന്ന് ലക്ഷ്മണന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്ത് വണ്ടി ഒതുക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ വണ്ടിയിൽ കിടന്ന് വിശ്രമിക്കാം. അതാണ് ആ മേഖലയെ ഡ്രൈവർമാരുടെ അട്രാക്ഷൻ പോയിന്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരാൾ വണ്ടിയിൽ നിന്നിറങ്ങി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി മുഖം കഴുകി തിരികെ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് കയറുന്നതായി കണ്ടു എന്നൊരു ദൃക്സാക്ഷി മൊഴിയുണ്ട്. ആ കടയിൽ ഓൾറെഡി 4 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ നിഗമനം. അതിലൊരാൾ ആ കടയിലെ ജീവനക്കാരനാണ്. ബാക്കി 2 പേരുടെ കാര്യത്തിൽ ശരവണൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരാൾ എന്നുള്ളതാണ്, ഈ ഒരാൾ ആരാണ് എന്ന ചോദ്യം ഇപ്പോൾ ഉന്നയിക്കുകയാണ്. അത് അർജുനനാണ് എന്നുള്ള സംശയം ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് വിജയകുമാർ ഇന്നലെ രാത്രി മുഴുവൻ, എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മണന്റെ ചായക്കടയോട് ചേർന്ന് കിടക്കുന്ന ആ സ്ഥലത്ത് മുഴുവൻ ഈ സാനി എക്സ്കവേറ്ററും മറ്റൊരു വലിയ JCB ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നലെ രാത്രി മുഴുവൻ തുടരും. ഇന്നലെ രാത്രി വെളുക്കുവോളം തുടരും. കാർവാർ MLAയും കാർവാർ SPയും അടക്കം നേതൃത്വം രാത്രി മുഴുവൻ അതിനൊപ്പം നിന്നുകൊണ്ടുള്ള ദൗത്യമാണ് ഇന്നലെ ആലോചിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയിൽ ആ ദൗത്യം വേണ്ട വിധത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ദൗത്യം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന്റെ കട കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കരയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് പുഴയിലേക്ക് നമ്മൾ പിന്നെ ഇറങ്ങിയിരുന്നു. പുഴ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ഈ ദിവസങ്ങളിലെ പരിശോധന. വീണ്ടും ബാക്ക് ടു പുഴയിൽ കേന്ദ്രീകരിക്കുന്ന അതേ ശ്രദ്ധ വീണ്ടും കരയിലും കൂടി ലക്ഷ്മണന്റെ ആ കടക്ക് ചുറ്റും കൂടി കേന്ദ്രീകരിക്കുകയാണ്. അതിന്റെ ആകത്തുക ഇതാണ്
വിജയകുമാർ. 1 മുതൽ 8 ദിവസം വരെ നമ്മൾ ക്ലൂലെസ് ആയി നമ്മൾ അങ്ങേയറ്റം നിസ്സഹായരായ വേദനയോടെ നിന്നു. 9ാം നാൾ നമുക്ക് വളരെ വ്യക്തമായ എവിഡന്റ് ആയിട്ടുള്ള ഒരു ക്ലൂ കിട്ടി. അത് നമ്മുടെ ഈ ലോറി ഉണ്ട് എന്നുള്ളതാണ്. ലോറിയുടെ കൃത്യമായ സ്പോട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു, ലൊക്കേറ്റ് ചെയ്തു. 10ാം നാൾ നമ്മൾ കണ്ടത് നിസ്സഹായതയാണ്. നമുക്കതിനേക്ക് ഈ കൊടിയ ഒഴുക്കിൽ നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന അവസ്ഥ, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. 11ാം നാളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ചോദ്യം വിജയകുമാർ ഈ ലോറി എവിടെ എന്നുള്ളതല്ല. ഉറപ്പായും നമ്മുടെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എവിടെ എന്നുള്ളതാണ്. അർജുൻ എവിടെ എന്ന് കണ്ടെത്താനാവാത്ത ആ ക്യാബിലുണ്ടെന്ന് നമ്മൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുമ്പോൾ 50-50 മൈൻഡിൽ കാർവാർ SP ദൗത്യസംഘം പറയുകയാണ് അർജുൻ ഒരു പക്ഷേ ഈ ചായക്കടയിൽ ഉണ്ടായിരുന്നിരിക്കാം, അർജുൻ ക്യാബിൽ ഉണ്ടായിരിക്കാം, പക്ഷേ അർജുൻ ചായക്കടയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ 11ാം നാൾ നമ്മൾ നിൽക്കുന്ന ആ ദശാസന്ധി എന്ന് പറയുന്നത്, ആ ഒരു പ്രഹേളിക എന്ന് പറയുന്നത്, നമ്മുടെ അർജുന ക്യാബിലുണ്ടോ അതോ ചായക്കടയിലുണ്ടോ അതോ മണ്ണിനടിയിലുണ്ടോ പുഴയിൽ ഒഴുകിപ്പോയോ തുടങ്ങിയ ഏറ്റവും കാതലായ ചോദ്യം ഡേ 11 നമ്മൾ ആ ചോദ്യത്തിന് മുന്നിൽ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അത് അവരെടുത്തു പറയുന്നതിന് ഇന്നലെ 11ാം നാൾ മാത്രം അവർ ആ സംശയം എടുത്തു പറയുന്നതിന് ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് വിജയം ഒരുപക്ഷെ ഈ ഡ്രോൺ സംഘത്തിന്റെ പരിശോധനയിൽ അതിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ നമ്മളോട് മൊത്തത്തിൽ അവർ തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി മനുഷ്യ സാന്നിധ്യമില്ല എന്ന് വിലയിരുത്തലാണോ അത്തരത്തിൽ പരിശോധനയിലേക്ക് ഇന്നലെ വൈകിട്ടത്തെ കൂടി കൂടുതൽ ശക്തി കേന്ദ്രീകരിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്നറിയില്ല. എന്തായാലും ഈ ഡ്രോൺ സംഘത്തിന്റെ പരിശോധന ഇന്നലെ രാത്രി നടന്നില്ല വിജയകുമാർ. ഇന്നലെ രാത്രി ഡ്രോൺ സംഘത്തിന്റെ പരിശോധന ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ, ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിന്റെ ഊഷ്മാവ് തേടി തണുത്ത് കിടക്കുന്ന നദിയിലേക്ക് ഇന്നലെ രാത്രി ഇറങ്ങുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഡ്രോൺ പോയിട്ട് ഒരു മനുഷ്യന് പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ കൊടുങ്കാറ്റായിരുന്നു രാത്രി ആഞ്ഞടിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ ദൗത്യം ഇന്നലെ നടന്നില്ല. മാത്രമല്ല റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഒരു അടിയന്തര മീറ്റിങ്ങിന് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇന്നിപ്പോൾ മറ്റൊരു റിട്ടയർഡ് മേജർ ജനറലാണ് അതിന്റെ മേൽനോട്ടത്തിന് എത്തുക. ഇന്ദ്രബാലൻ മടങ്ങുന്നത് ഏതെങ്കിലും തരത്തിൽ ആ ദൗത്യത്തെ ബാധിക്കില്ല. പക്ഷേ ദൗത്യത്തെ ബാധിക്കുന്നത് ഈ കൊടിയ പ്രകൃതിയാണ്, പ്രകൃതിയുടെ ഈ അടിയൊഴുക്കും ഈ കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ ലക്ഷ്മണന്റെ കടയോട് ചേർന്ന് ആ കട മുതൽ ഈ വാഹനം കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 എന്നീ സ്ഥലം വരെ കരയിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇങ്ങനെ നിർമ്മിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സാനി എക്സ്കവേറ്ററിന് അങ്ങോട്ട് ഉരുണ്ടു പോകാൻ കഴിയുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ അങ്ങോട്ട് നിർമ്മിക്കുന്ന പണിയായിരുന്നു ഇന്നലെ രാത്രി ആലോചിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി എത്രത്തോളം ആ പണികൾ പുരോഗമിക്കാൻ കഴിഞ്ഞു എന്നറിയില്ല. കാർവാർ MLA രാവിലെ ഫോണിൽ വിളിച്ചിട്ട് നമുക്കൊട്ട് കിട്ടുന്നുമില്ല. അദ്ദേഹത്തിന് ഡ്രൈവർ എടുക്കുന്നതാണ്. അദ്ദേഹം വേറെ എന്തോ ഒരു മീറ്റിങ്ങിലാണ്. എന്തോ ഒരു മീറ്റിംഗ് രാവിലെ നടക്കുന്നുണ്ട്. AK മഷ്റഫ് MLA വിളിക്കുമ്പോൾ അദ്ദേഹം പുലർച്ചെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു മീറ്റിങ്ങിനാണ്. കാർവാർ MLA വിളിക്കുമ്പോൾ അദ്ദേഹവും ഏറ്റവും പുലർച്ചെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹവും ഒരു മീറ്റിങ്ങിനാണ്. എന്തോ ഒരു മീറ്റിംഗ്, എല്ലാവരും ചേർന്നൊരു മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ അല്പസമയത്ത് നമുക്ക് കിട്ടുമെന്നുള്ളത് എന്നത് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി സാനി എക്സ്കവേറ്റർ അങ്ങോട്ടേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ ഫണ്ടൂൺ എന്ന് പറയുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ ഫ്ലോട്ടിംഗ് സംവിധാനങ്ങൾ പുഴയിൽ നിരത്തുക, പുഴയിൽ അടുക്കുക എന്നൊരു ആലോചന ബി പ്ലാനിൽ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടുകൾ കൂട്ടിക്കെട്ടുന്ന ആലോചനയുടെ കൂട്ടത്തിൽ ഈ ഫണ്ടൂൺ എത്തിച്ച് അതിടുക. അതിന് മുകളിലേക്ക് സാനി എക്സ്കവേറ്റർ അല്ല, നമ്മുടെ ഈ ചെറിയ JCB എടുത്ത് വെക്കുക. അങ്ങനെ കൂടി പുഴയിലേക്ക് ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുമോ എന്നൊരു ആലോചനയുണ്ട്. നമ്മൾ കാണുന്നതാണ് വിജയകുമാർ, നമ്മുടെ ഈ തോടുകളിലൊക്കെ അത്തരത്തിൽ ബോട്ടുകൾ വെച്ച് കെട്ടിയും ചെറിയ പൊങ്ങിക്കിടക്കുന്ന അത്തരം റബ്ബർ ബെഡുകളിലൊക്കെ അത് ചെറിയ പ്രൊക്ലൈനറാണ് എടുത്തു വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ രൂപം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ ആ നദിയുടെ വല്ലാത്ത അവസ്ഥ കാണുമ്പോൾ ഇത്തരത്തിൽ ഒരു ഫണ്ടൂണോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ അല്ലെങ്കിൽ എയർ ബെഡുകളോ നിരത്തിക്കൊണ്ട് ഈ പറയുന്ന സംവിധാനങ്ങളെ, ഈ പറയുന്ന മാസീവ് യന്ത്രങ്ങളാണ് ഇത് രണ്ടും, സാനി എക്സ്കവേറ്റർ ആകട്ടെ കൂടെയുള്ള ആ ചെറിയ എക്സ്കവേറ്റർ ആവട്ടെ, രണ്ടും വലിയ മാസീവ്. നമ്മൾ ഇന്നലെ തൊട്ടടുത്ത് നിന്ന് ഇന്നലെ ആ ദുരന്തഭൂമി നമ്മൾ കണ്ടതാണത്. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് പുഴയിലേക്ക് ഇറക്കുക എന്നൊക്കെ അത് പ്രാക്ടിക്കലി അത് ഏത് രീതിയിൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്ന, ആ നദിയുടെ കുത്തൊഴുക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ രാത്രി പോയിരുന്നു വിജയകുമാർ. ഇന്നലെ ആ ദുരന്തഭൂമിയിൽ പോലീസിന്റെ പ്രത്യേക പെർമിഷനോട് നമ്മൾ രാത്രി പോയി അവിടെ ദീർഘസമയം നമ്മൾ ചെലവിട്ടതാണ്. വിജയകുമാർ, ആ പുഴ എന്ന് പറയുന്നത് ഇന്നലെ രാത്രി കാണുന്ന കാഴ്ച, അത് കടൽ കണക്കെ വലിയ തിരയടിക്കുന്ന കടൽ കണക്കെ അതിമാരകമായ കുത്തിയൊഴുക്കിൽ കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്ന തരത്തിൽ അങ്ങനെ രൗദ്രഭാവത്തിൽ ആ പുഴ ഇങ്ങനെ ആർത്തലച്ച് നിൽക്കുകയാണ്. ഒരു വശത്ത് ഇങ്ങനെ ഇടിഞ്ഞു താഴുന്ന ശിരൂർ കുന്നുകൾ, മറുവശത്തരം ആർത്തലച്ച് നിൽക്കുന്ന ഒരു പുഴ. ഒരു ഭയാനകമായ ടെറൈനാണ്. മാധ്യമപ്രവർത്തന ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായത്. ഒരു ഭയാനകമായ ടെറൈനിൽ നിന്നുകൊണ്ട് രക്ഷാദൗത്യം അവിടെ തുടരുകയാണ്. വിജയ്, ഒരു കാര്യം ഉറപ്പായും പറയാം, ഈ ദിവസങ്ങളിൽ 24/7 റൗണ്ട് ദ ക്ലോക്ക് ഈ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നു.
ഒരു SP, ഒരു കാർവാർ SP ഒന്നും അങ്ങനെ രാത്രി മുഴുവൻ അവിടെ വന്ന് നിന്ന് രക്ഷാദൗത്യത്തിന് മേൽനോട്ടം വഹിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കാർവാർ SP P. നാരായണ ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ഈ കൊടിയ മഴയിൽ അവിടെ അതിനകത്ത് ഒരു ചെറിയ ഷെഡ് മാത്രമാണ് അവിടെ ഉള്ളത്. അതിനുള്ളിൽ ആയിരുന്നു അതോ രാത്രി ദൗത്യം നിർത്തി മടങ്ങിയോ എന്നറിയില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞത് രാത്രി മുഴുവൻ സാനി എക്സ്കവേറ്റർ അതിൻ്റെ ദൗത്യം തുടരുമെന്നുള്ള കാര്യമായിരുന്നു. എന്തായാലും അത്തരത്തിൽ ഇപ്പോൾ 11-ാം നാൾ നൽകാൻ കഴിയുന്ന അപ്ഡേറ്റ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു, അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു. അത് ക്യാബിനിലാണോ അതോ ഈ അർജുൻ്റെ ചായക്കടയിലേക്ക് കയറി പോയിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ശരി കാശ്മി, അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ട്, കാറ്റും അടിക്കുന്നുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവിടുത്തെ ഇന്നത്തെ ആകെയുള്ള ജോലിക്ക് എന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുഴയിലെ അടിയൊഴുക്കിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അത് 6-8 റേഞ്ചിലായിരുന്നു, 6-8 നോട്ട്സ് ആയിരുന്നു. അപ്പോൾ അത് ഒരു 2-3 കുറയണം. അത് ഈ പെരുമഴയത്ത് എങ്ങനെ സാധ്യമാകുമെന്ന് അറിയില്ല. അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ നാവികസേനാംഗങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയൂ. ഇത് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അവിടെ ഈ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. രാവിലെ ലക്ഷ്മൺ എന്ന് പറഞ്ഞ ആൾ നടത്തിയ ചെറിയ ചായക്കട, ആ ചായക്കടയുടെ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ കൂടി ഹാഷ്മി ചേരുന്നുണ്ട്. ഹാഷ്മി, പെരുമഴയാണ്. അപ്പോൾ ഈ ജലത്തിൻ്റെ ഒഴുക്ക് കുറയും അല്ലെങ്കിൽ അടിയൊഴുക്ക് കുറയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനേ കഴിയില്ല. ഇന്നും നാളെയും മറ്റന്നാളും കൂടി ഉത്തര കന്നഡയിൽ ഓറഞ്ച് അലേർട്ടാണെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വിജയകുമാർ, കാലാവസ്ഥാ പ്രവചനം എന്താണെങ്കിലും ഈ മഴ വീണ്ടും പൂർവാധികം ശക്തി പ്രാപിക്കുകയാണ്. വിജയകുമാർ, നമ്മൾ രാവിലെ 6 മണി 5:45 മുതലൂടെ വരുന്നതാണ്. 5:45 മുതൽ പെയ്യുന്ന അതിഭീകരമായ മഴയാണ് പെയ്യുന്നത്. അത് ഇവിടുത്തെ മഴയുടെ പ്രത്യേകത അവിടുത്തെ പോലെ നിന്ന് പെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങ് ഒരു വലിയ പെയ്ത് അതൊരു 5-6 മിനിറ്റിൽ അങ്ങ് അവസാനിക്കുന്ന പെയ്ത്താണ്. പക്ഷേ ആ പെയ്ത്ത് മതി. നമ്മുടെ അവിടെയൊക്കെ ഒരു ദിവസം നിന്ന് പെയ്ത പെയ്ത്ത് ഈ 5-6 മിനിറ്റിലേക്ക് വെള്ളം താഴേക്ക് എത്തുന്നുണ്ട്. പ്രശ്നം വിജയകുമാർ, ഇവിടുത്തെ മഴ മാത്രമല്ല. ഇവിടുത്തെ മഴ കുറച്ച് കൂടിയാലും അവിടുത്തെ വൃഷ്ടിപ്രദേശങ്ങളിലെ മലയോര മേഖലകളിലെ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 9:30-10 മണിക്ക് തുടങ്ങിയ മഴ രാവിലെ 5:05 വഴി മലയോര മേഖലകളിൽ അങ്ങനെ നിന്നു പെയ്ത്തായിരുന്നതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ പറയുന്നത്. അവിടെ നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയരുന്നു, വീണ്ടും അവർക്ക് മുന്നറിയിപ്പുകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വലിയ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത്തരത്തിൽ ഇൻഫ്ലക്സ് കൂടുമ്പോൾ ഈ കുത്തൊഴുക്ക് ഏതെങ്കിലും തരത്തിൽ കുറയുമെന്ന കാര്യം അറിയില്ല. അതുകൊണ്ട് നമ്മൾ നേവിയോട് ആരായുമ്പോൾ ഇമ്പോസിബിൾ എന്ന വാക്ക് അവർ പറയുകയാണ്. എന്തായാലും അത് അവർ മാത്രം പറയുന്നില്ല. ഇന്ദ്രബാലൻ അടക്കമുള്ള ഇന്നലെ പറഞ്ഞിരുന്നു ഈ 6-8 നോട്ട്സ് എന്ന് പറയുന്ന ശക്തിയിൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് സൂയിസൈഡലാണ് എന്ന് പറയുന്നു. അപ്പോൾ ജീവൻ പണയപ്പെടുത്തി മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കുറച്ചുകൂടി സുരക്ഷിതമായി നിൽക്കുക. മഴ കുറയട്ടെ, മഴ കുറയുമോ എന്നറിയില്ല. നേരത്തെ പറഞ്ഞാൽ ഉത്തര കന്നഡയിൽ ഇന്നും ഓറഞ്ച് അലേർട്ടാണ്. നാളെയും മറ്റന്നാളും ഈ അതിതീവ്ര മഴ പെയ്യും എന്നാണ് അറിയുന്നത്. നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് കുറയാതെ നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ കഴിയുമോ വെള്ളത്തിൽ എന്നത് ഇപ്പോഴും ഒരു സംശയം തന്നെയാണ്. നേരെ മറിച്ചാണെങ്കിൽ കരയിലെ തെരച്ചിൽ എന്ന് വെച്ചാൽ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ആൾ നടത്തിയ ആ കടയുടെ ഭാഗത്ത് വലിയൊരു മൺകൂമ്പാരമുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഒരു മൺകൂന എന്ന നിലയിലുള്ളത്. അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുക, ആ മണ്ണ് നീക്കം ചെയ്യുന്ന ജോലി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനിയും അതിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു പരിശോധന, ഒരു പ്ലാൻ ബി എന്ന മട്ടിൽ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെയും ഒരു കാര്യമായ തെരച്ചിലിന് അനുകൂലമായ കാലാവസ്ഥ ഷിരൂരിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി. ഗ്രൗണ്ട് റിപ്പോർട്ടും അതുതന്നെയാണ്.